ഇന്നലെ രാത്രി നമ്മൾ വറുത്ത് വെച്ച പുട്ടുപൊടിയാണ് കേട്ടോ. അത് നമ്മൾ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് മിക്സിയിലിട്ട് പൊടിച്ച് നന്നായി വറുത്ത് വെച്ച പൊടിയാണ്. അപ്പോൾ നല്ല ചൂടാറി വന്നതിന് ശേഷം ഞാൻ അടച്ചു വെച്ച് പോയി കിടന്നിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ വന്നിട്ട് ആ പൊടിയിൽ നിന്ന് പകുതി എടുത്തു കേട്ടോ. 2 ദിവസം ഉണ്ടാക്കാനുള്ള പുട്ടുപൊടി ഞാൻ പൊടിച്ചു വെച്ചിരുന്നു. അപ്പോൾ ഇന്നൊക്കെ ഉള്ളത് ഒരു പാത്രത്തേക്ക് മാറ്റി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് എടുത്തോളൂ കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പുട്ടുപൊടി കുഴക്കുമ്പം ഒരു പേടിയില്ലാതെ വെള്ളം ഒഴിക്കുക അല്ലേ. വെള്ളം ഒഴിച്ച് കുറച്ച് നേരം കഴിയുമ്പം അത് പാകമായിട്ടുണ്ടാകും. അപ്പോൾ ഇതിൽ പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പം ചെറുതായി നല്ലോണം പേടിയുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ പുട്ടുപൊടി ഉണ്ടാക്കുന്നത്. നമ്മൾ എപ്പോഴും കടയിൽ നിന്ന് വാങ്ങി തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് അപ്പോൾ ചെറുതായി ഇങ്ങനെ വെള്ളം ഒഴിച്ച് പുട്ടുപൊടി കുഴച്ചിട്ട് ഈ സ്റ്റേജിൽ ആവണ വരെ കേട്ടോ. കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുളാക്കി നോക്കി. അപ്പോൾ ഉരുള അങ്ങനെ കൂടുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റേജിൽ അങ്ങനെ നനക്കൽ നിർത്തിയിട്ട് അതവിടെ മാറ്റി വെച്ചു കേട്ടോ. പിന്നെ പുട്ടിന് തേങ്ങ വേണമല്ലോ. അപ്പോൾ തേങ്ങ എടുത്തിട്ട് അതും കൂടി ഉണ്ട് ചിരവി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. തേങ്ങ അല്ലാതെ എന്ത് പുട്ടിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തേങ്ങ ഇട്ട് കൊടുത്താലുള്ളൂ അതൊരു രസം അല്ലേ. പിന്നെ പുട്ടിൽ തേങ്ങ ഇല്ലാതെ കഴിക്കാൻ ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. ഇവിടെ തേങ്ങ നല്ലോണം ഉണ്ടാകണം. തേങ്ങ കുറച്ച് കമ്മിയായാൽ തേങ്ങയില്ലല്ലോ എന്ന് പറയും. അതുകൊണ്ട് ഞാൻ തേങ്ങയും ചിരവി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പുട്ടിപ്പോൾ ശരിയാവോ, സോഫ്റ്റ് ഇല്ലാതാവോ, കല്ല് പോലെ ആവോ എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ചുടലാണ് കേട്ടോ. അപ്പോൾ പുട്ടുകുറ്റി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുന്നത് കേട്ടോ. ഈ സമയത്താണ് എൻ്റെ പുട്ടുകുറ്റി ഭയങ്കര ലൂസാണ്, നല്ല ആവി പോകും കേട്ടോ. അപ്പോൾ ചെറിയൊരു തുണി കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കും. എന്നിട്ട് പിന്നെ തേങ്ങയും പുട്ടുപൊടിയും കൂടെ പുട്ടുകുറ്റിയിൽ നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ട് ഞാൻ ആവി കയറ്റാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പുട്ടുകുറ്റീൻ്റെ മൂടി കാണാനില്ല കേട്ടോ. ഈ മക്കൾ എവിടെയെങ്കിലും വെച്ചോ അതോ ഞാനിഞ്ഞ് പാത്രം കഴുകിയിട്ട് എവിടെയെങ്കിലും വെച്ചോ എന്നറിയില്ല. അപ്പം ഞാൻ ചിരട്ടോടെ അതുകൊണ്ട് കമത്തി കൊടുക്കാൻ കേട്ടോ. ആവി വരുമ്പം നോക്കാം. ഞാനിപ്പോൾ ഈ പുട്ടൊന്ന് എന്താ പറയുക, പുട്ടുകുറ്റിന്ന് ഒന്ന് പുറത്ത് ചാടിച്ചിട്ട് ഇത് സോഫ്റ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാൻ കേട്ടോ. ഈ പഴക്കൊല കണ്ടത് തൊട്ടിട്ട് മക്കൾ പറയാണ്, ഉമ്മച്ചിയെ പഴം പഴുത്തു പുട്ടുണ്ടാക്കുക. ഇവിടെ മക്കൾക്ക് പുട്ടും പഴം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പുട്ടും പഴമാണെങ്കിൽ ഒരു വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ടാകും. ഇനിയിപ്പോൾ കടലക്കറി ആണെങ്കിൽ ഇഷ്ടമാണ്, പക്ഷേ എന്നാലും എരിവ് കൂടിയെന്നോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും കേട്ടോ. പഴം പുട്ടുവാണെങ്കിൽ അവർ ഇഷ്ടത്തോടെ കഴിച്ചോളൂ കേട്ടോ. അങ്ങനെ ഞാൻ പുട്ട് അടുത്ത ട്രിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നും ചെയ്തിട്ടുണ്ട് കേട്ടോ. മക്കൾ മദ്രസ വിട്ട് വന്നപ്പോഴേക്ക് പുട്ടൊക്കെ ചുട്ട് പാത്രത്തിൽ ഇങ്ങനെ വെച്ചിരുന്നു. വന്ന ഉടനെ തന്നെ അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് രണ്ടാമത് മദ്രസക്ക് പോയിട്ടോ. ഇന്ന് ഞായറാഴ്ച അതുകൊണ്ട് 10-11 മണി വരെ മദ്രസ ഉണ്ടാവും. അപ്പോൾ അവർ മദ്രസ പോയതിന് ശേഷം പിന്നെ ഞാനും പുട്ടും പഴവും കുറച്ച് പഞ്ചസാരയും കൂടി എടുത്തു. ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്തു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വയറ് നിറച്ച് പുട്ടും പഴവും കഴിച്ചു, ചായയും കുടിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.